Hello friends, welcome back. It's me Rahul. അങ്ങനെ ആദ്യ ടെക് മീഡിയ യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ 2-3 ദിവസം കൊണ്ട് നമുക്ക് വരുന്ന ഒരു ന്യൂസാണ്. നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് ഹാക്ക് ആകുന്നു, വാട്സാപ്പിലെ ഫോട്ടോസ് മാറുന്നു, അനാവശ്യമായ ഫോട്ടോസുകൾ അപ്ലോഡ് ആകുന്നു, പ്രൊഫൈൽ പിക്ക്. അപ്പം എന്താണെന്ന് ഞാൻ തന്നെ 2 ദിവസം കൊണ്ട് നമ്മളെ വാട്സാപ്പിൽ ഉണ്ടെന്ന് റൂമറാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, ഇതൊരു യഥാർത്ഥമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റി നമ്മളെ സെക്യൂരിറ്റി ഇഷ്യൂ കുറച്ചുകൂടെ ഇൻക്രീസ് ചെയ്യാനുള്ള ചെറിയൊരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളുടെ എല്ലായിടത്തും പറയുകയാണ്, ഈ വീഡിയോ മൊത്തം കാണുക. നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. മൊത്തം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അതിൻ്റെ ഒരു സെക്യൂരിറ്റി റീസണിനെ പറ്റിയും എന്താണ് ഒരു അഡ്വാൻസ് സെക്യൂരിറ്റി ഉള്ളൊരു മെത്തേഡുമാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം മൊത്തം നിങ്ങൾ ഈ വീഡിയോ കാണുക. അപ്പം ഈ ഒരു സെക്യൂരിറ്റി ഫീച്ചേഴ്സ്, വാട്സാപ്പിൻ്റെ സെർവറിന് എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂകളൊക്കെ വരുന്നത്. പക്ഷേ വാട്സാപ്പിൽ തന്നെ ഒരു അഡ്വാൻസ് ഫീച്ചേഴ്സ്, അതായത് അതിൻ്റെ പേരാണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ. ആ ഒരു ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്താൽ നമുക്ക് ഈ ഒരു ഹാക്കിംഗ് ഇഷ്യൂ മോസ്റ്റ്ലി എല്ലാ ഫോണിൽ നിന്നും നമുക്ക് അത് ഹാക്കിംഗ് ഇഷ്യൂ സോൾവ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടെയാണ്. മാക്സിമം എല്ലാവരും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെങ്ങനെയാണ് ആ വാട്സാപ്പിലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഫീച്ചർ ഇനേബിൾ ചെയ്യുക എന്നുള്ള വീഡിയോ കാണിക്കുന്നത്. നിങ്ങളെ സാധാരണ വാട്സാപ്പിൽ ഇൻ്റർഫേസാണിത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വാട്സാപ്പിലെ സെറ്റിങ്സ് കയറുക. നമുക്ക് സൈഡിൽ മുകളിലൊരു 3 ഡോട്ട് കാണാൻ പറ്റും, റൈറ്റ് സൈഡ് കോർണറിൽ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സെറ്റിങ്സ്. ഇപ്പം നമ്മളെ സെറ്റിങ്സാണ്, നമ്മളെ പ്രൈവസിയും ചാറ്റും നോട്ടിഫിക്കേഷനൊക്കെ കാണിക്കുന്ന ഒരു സെറ്റിങ്സാണ്. അതിൽ ഫസ്റ്റ് കാണുന്ന അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടോ? ഈ അക്കൗണ്ടിൻ്റെ അകത്താണ് നമുക്ക് ആ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും അക്കൗണ്ടിനകത്ത് പ്രൈവസി, സെക്യൂരിറ്റി, 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ചേഞ്ച് നമ്പർ, റിക്വസ്റ്റ് ഇൻ അക്കൗണ്ട് ഇൻഫോ, ഡിലീറ്റ് മൈ അക്കൗണ്ട്. ഇത്രയും ഓപ്ഷൻ കാണാൻ പറ്റും. അതിലെ മൂന്നാമത്തെ ഓപ്ഷനായ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിലാണ് നമ്മൾ ആ ഒരു ഇത് കിടക്കുന്നത്, സെക്യൂരിറ്റി ഉള്ളത്. അപ്പോൾ ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കയറുമ്പോൾ ആദ്യം പറയും, ഫോർ ആഡ് സെക്യൂരിറ്റി ഇനേബിൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ വിച്ച് വിൽ റിക്വയർ എ പിൻ വെൻ രജിസ്ട്രേഷൻ ഫോൺ നമ്പർ വിത്ത് വാട്സാപ്പ് അഗെയിൻ. അപ്പോൾ അതായത് നമ്മളെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന എല്ലാ സമയത്തും നമുക്കൊരു 6 ഡിജിറ്റ് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് അടിച്ച് മാത്രമേ വാട്സാപ്പിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പറയുന്നത്. നമുക്ക് ആദ്യം അത് ഇനേബിൾ ചെയ്യാം. ഇനേബിൾ എന്ന ഓപ്ഷൻ താഴെ കാണും, അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പറയുന്ന പോലെ ആദ്യം ഒരു 6 ഡിജിറ്റ് പാസ്വേഡ് അടിക്കുകയാണ്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ 1 2 3 4 5 6 കൊടുക്കുകയാണ് ഇവിടെ. വീണ്ടും അത് കൺഫേം ചെയ്യാൻ പറയും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ഇടുക. 1 2 3 4 5 6 നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം അതൊരു സിമ്പിൾ നമ്പറാണ്. അതായത് ആ നമ്പർ സിമ്പിളായിട്ട് ആർക്കും ടൈപ്പ് ചെയ്ത് അത് എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ അത് ചെയ്യുക, കറക്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു നല്ലൊരു സെക്യൂരിറ്റി ലെവൽ പാസ്വേഡ് ഇടുക. ഡിജിറ്റ്സ് ആയിരിക്കും, എന്നാലും നല്ലൊരു പാസ്വേഡ് തന്നെ ഇടുക. 1 2 3 4 5 6 7 8 അങ്ങനെയൊന്നും ഇടാതെ കുറച്ച് ടഫായിട്ടുള്ള നിങ്ങൾക്ക് എന്നുള്ള ഒരു പാസ്വേഡ് ഇടേണ്ടതാണ്. ഇനി നിങ്ങൾ ചോദിക്കുന്നത്, ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാനാണ് വന്നിട്ടുള്ളത്. വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഇമെയിലിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൺഫേം ചെയ്യാൻ പറയും. അതും ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയാണ് കൺഫേം ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സേവ് ചെയ്യാം. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഈസ് ഇനേബിൾഡ് എന്ന് എഴുതി കാണിക്കും. അപ്പം ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിനി വാട്സപ്പ് ഇപ്പം വാട്സാപ്പിലെ ഇൻ്റർഫേസ് വരുമ്പോൾ ഇങ്ങനത്തെ വരും. നമ്മൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് വരുന്നത്. നമ്മൾ ഏത് പാസ്വേഡാണോ നമ്മൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്, ആ പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഇനി വാട്സാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. അപ്ലൈ ചെയ്ത പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. 1 2 3 4 5 6 കണ്ടോ, നമ്മളെ വാട്സാപ്പ് ഇപ്പോൾ റെഡി ടു യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അതുമാത്രമല്ല ഗൈസ്, അപ്പോൾ നമ്മളെ വാട്സപ്പ് എല്ലാ ദിവസവും കറക്റ്റ് 2 മണി, വെളുപ്പാങ്കൽ 2 മണിക്ക് എല്ലാ ദിവസവും വാട്സപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റോർ ആവുകയാണ്. നിങ്ങൾ കണ്ടു കാണില്ല, പക്ഷേ അറിയാത്തവർ രാത്രി നമ്മളെ വാട്സപ്പ് 2 മണിക്ക് വാട്സപ്പ് എടുത്ത് തുറന്ന് നോക്കിയാൽ ആ ഒരു അത്ഭുതം നിങ്ങൾക്ക് കാണാം. എല്ലാ ദിവസവും നമുക്ക് ഓട്ടോമാറ്റിക് 2 മണിക്ക് റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇത് ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ്റെ പിന്നടിക്കാൻ ചോദിക്കുന്നതാണ്. ചില കേസിൽ മൊബൈലിൽ ഈ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും വരുന്നതാണ്. നിങ്ങൾ ആ പാസ്വേഡ് ഓർമ്മിച്ച് വയ്ക്കണം, മറന്നു പോകരുത്. ആ പാസ്വേഡ് വെച്ചാൽ മാത്രമേ ചിലപ്പോൾ വാട്സാപ്പ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഹാക്കറിന് നമുക്കിത് നമ്മളെ പാസ്വേഡ് എടുക്കാൻ പറ്റില്ല. 2 വെരിഫിക്കേഷൻ പറയുമ്പം ഫസ്റ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം OTP ആണ്, നമ്മളെ മൊബൈൽ നമ്പർ വരുന്ന OTP. സെക്കൻഡ് വെരിഫിക്കേഷനാണ് നമ്മൾ ഈ പാസ്വേഡ്. ഈ 2 വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഹാക്കറിന് പെട്ടെന്ന് നമ്മൾ ആ വാട്സാപ്പിൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് വാട്സാപ്പിൻ്റെ ഒഫീഷ്യൽ സെർവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങളിത് ചെയ്തു തരാൻ. അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ സൈബർ സെക്യൂരിറ്റി ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിത് ഓണാക്കിയിടാൻ പറഞ്ഞിട്ടുണ്ട്. ആരും ഇത് ഓണാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങളെല്ലാവരും ഇത് ഇനേബിൾ ചെയ്യുക, വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഇത് ഇനേബിൾ ചെയ്ത് തരിക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ രാഹുൽ സൈനിങ് ഓഫ്. ബൈ ബൈ.